If subliminals do work, then why not for some people? Welcome back to another video, guys. So today in this video we'll be sharing about what a subliminal is. അതേപോലെ തന്നെ സബ്ലിമിനൽ എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് വർക്ക് ആവുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. കൂടുതൽ ആളുകളും സബ്ലിമിനൽസ് അഫർമേഷൻ എന്ന രീതിയിലായിരിക്കും എടുക്കുക. സം പീപ്പിൾ പ്ലഗ് ഇറ്റ് ഇൻ ടു ദെയർ ഇയേഴ്സ് ആൻഡ് സ്ലീപ്പ്. ബട്ട് ആ ടൈമിൽ സബ്ലിമിനൽസ് അല്ലെങ്കിൽ അഫർമേഷൻസിന് എന്താ ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? Actually, it's a subconscious message at your subconscious level telling to your subconscious mind. Does it make any sense? എന്നുവെച്ചാൽ നമ്മളുടെ ആ ഒരു സബ് കോൺഷ്യസ് മെസ്സേജ് ഉണ്ടല്ലോ, നിങ്ങൾ എന്താണോ ആ സബ്ലിമിനൽസ് കേൾക്കണം, ആ ഒരു മെസ്സേജ് നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് ലെവൽ, ലൈക്ക് ബിഫോർ ദ സ്ലീപ്പ്, ആ ഒരു ടൈമിലാണെങ്കിൽ ആ ഒരു സബ് കോൺഷ്യസ് ലെവലിൽ നമ്മളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനോടാണ് നമ്മളുടെ ആ ഒരു സബ്ലിമിനൽസ് ആ ടൈമിൽ പറയണത്. ലൈക്ക് വൈസ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ബട്ട് ദി കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു മൈൻഡിൻ്റെ വെറും 10-20% മാത്രമാണ്. ബാക്കിയുള്ള 80% വരുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. പക്ഷേ സബ്ലിമിനൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കറക്റ്റ്, നമ്മളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന് ഇൻറ്റൻറ്റ് ചെയ്തിട്ട് വേണം നമ്മളുടെ ആ ഒരു സബ്ലിമിനൽ വർക്കൗട്ട് ചെയ്യാൻ. നമ്മളുടെ ആ ഒരു സബ് കോൺഷ്യസ് സ്റ്റേറ്റ് കിട്ടണമെങ്കിൽ തന്നെ നമ്മളുടെ ആ ഒരു സ്ലീപ്പ് ടൈമിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ആക്സസ് കിട്ടുക. അപ്പോൾ ആ ഒരു സ്ലീപ്പ് ടൈമിലായിരിക്കും ദാറ്റ്സ് ആക്ച്വലി ദ ബെസ്റ്റ് ടൈം ഫോർ യു ടു പെർഫോം ടു ഗെറ്റ് ദാറ്റ് ആക്സസ് ടു ദോസ് സബ് കോൺഷ്യസ് മൈൻഡ്. ലെറ്റ് മീ ടെൽ യു ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ഇതേപോലെ തന്നെ ഓൺലൈനിൽ കുറേ സബ്ലിമിനൽസിനെ പറ്റി സെർച്ച് ചെയ്തിട്ട് ഐ ഹാവ് ട്രൈഡ് ഓൾമോസ്റ്റ് എവറിത്തിങ്. ബട്ട് ഐ നെവർ ഗെയിൻഡ് എനി സോർട്ട് ഓഫ് സൂപ്പർ പവർ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഓരോ പവേഴ്സും കാര്യങ്ങളൊന്നും എനിക്ക് ആ ഒരു ഇതിലോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായില്ല. ആൻഡ് ഐ നെവർ ന്യൂ വൈ ദോസ് തിങ്സ് ഡിഡ്ന്റ് വർക്ക്. എന്തുകൊണ്ടാണ് അത് വർക്ക് ആവാത്തതെന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൺ ലേണിംഗ് എ ലോട്ട് അബൌട്ട് ദി ലോ ഓഫ് അട്രാക്ഷൻ, ഞാൻ കൂടുതലും പിന്നെ അതിന് ശേഷം ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളോട്ടൊക്കെ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം സബ്ലിമിനൽസ് വോണ്ട് വർക്ക് unless you obey or do these two things. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് see yourself in that final destination. നിങ്ങൾ എങ്ങനെയാണോ സബ്ലിമിനൽസ് കേൾക്കണത് ആ ഒരു ഡെസ്റ്റിനേഷനിലുള്ളതായിട്ട് വേണം നിങ്ങൾ സങ്കല്പിക്കാൻ. ഓൾസോ ഫീൽ ഇറ്റ്. യു ഹാവ് ടു ഫീൽ ഹൗ യു വിൽ ഹാവ് ഇൻ ദോസ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുക ആ ഒരു ഫീലിംഗ് ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരേണ്ടത്, സബ്ലിമിനൽസിലോട്ട്. സബ് കോൺഷ്യസ് മൈൻഡ് ഈസ് ഓൾവേസ് അബൌട്ട് ഫീലിംഗ്. ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എങ്ങനെയാണോ ആ ഒരു കാര്യത്തിലോട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക് ഔട്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് വൈബ്രേറ്ററി എൻലൈറ്റ്മെൻറ്റ്. അതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിസയർ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബിലീവും. നിങ്ങളുടെ ഒരു ഡിസയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ടു മേക്ക് അറ്റ് 10K or 20K എ മന്ത് എന്നുള്ളതാണ് നിങ്ങളുടെ ഡിസയർ എങ്കിൽ you have to actually believe that you will be able to make 10K 20K per month. ആ ഒരു ബിലീവ് നിങ്ങളുടെ ആ ഒരു ഒരേ ലെവലിൽ വേണം നിങ്ങളുടെ ആ ഒരു ബിലീവും അതേപോലെ തന്നെ ഡിസയറും കൊണ്ടുവരാൻ. ഇഫ് യുവർ ഡിസയർ ഈസ് ടു ആക്ച്വലി മേക്ക് ഒരു 50K 60K ആണെന്ന് വിചാരിക്കും, ബട്ട് നിങ്ങളുടെ ആ ഒരു ബിലീവ് എന്ന് പറയുന്നത് 10K 20K ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമുള്ളൊരു ബിലീവ് ആണെങ്കിൽ യു വോണ്ട് ബി ആക്ച്വലി ബി ഏബിൾ ടു മേക്ക് ദാറ്റ് 50K 60K. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു ബിലീവ് എന്ന് പറയുന്നത് 10K 20K ആണ്, ബട്ട് നിങ്ങളുടെ ആ ഒരു ഡിസയർ എന്ന് പറയുന്നത് 50K 60K ആണ്. സോ യു ആക്ച്വലി നീഡ് ടു ഗെറ്റ് ദോസ് തിങ്സ് ഇൻ എ വൈബ്രേറ്ററി എൻലൈറ്റ്മെൻറ്റ്. എയ്തർ യു ഹാവ് ടു ബ്രിങ് യുവർ ബിലീവ് ഇൻ ടു ദോസ് ഡിസയർ, ആ ഒരു ലെവലിലോട്ട് കൊണ്ടുവരണം. അല്ലെങ്കിൽ പിന്നെ യു വിൽ ഹാവ് ടു ഡൗൺഗ്രേഡ് യുവർ ഡിസയർ ഇൻ ടു ദ വാട്ട് യു ക്യാൻ ബിലീവ്. നിങ്ങളുടെ ആ ഒരു ബിലീവ് എന്താണോ ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ തിരിച്ച് ഡൗൺഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം. ബട്ട് മോസ്റ്റ് ഓഫ് യു വുഡ് വോണ്ട് ടു അപ്ഗ്രേഡ് യുവർ ബിലീവ് ഇൻ ടു ദോസ് ഡിസയർ. ഇപ്പോൾ ഞാൻ പറഞ്ഞ റൂൾ എന്ന് പറയുമ്പോൾ ഫീലിംഗ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫീലിംഗ് കൊണ്ടുവരണം. അതേപോലെ തന്നെ അതിലുള്ള വൈബ്രേറ്ററി എൻലൈറ്റ്മെൻറ്റ്, നിങ്ങളുടെ ബിലീവും നിങ്ങളുടെ ഡിസയറും ഒരേപോലെ ആയിരിക്കണം. എന്നാലേ ആ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താനുള്ള ആക്സസ് ഉണ്ടാവുള്ളൂ. ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യു ആക്ച്വലി ഹാവ് ടു റൈറ്റ് ഡൗൺ യുവർ അഫർമേഷൻസ് ബൈ യുവർ സെൽഫ്. നിങ്ങളുടെ ആ ഒരു അഫർമേഷൻ വേറെ ഓൺലൈനിലോ അതോ ബാക്കിയുള്ള ആൾക്കാർ, ഇപ്പോൾ ഞാൻ പറയണം, ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ബട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ വേറെ ആൾക്കാർ പറയുന്ന രീതിയിലല്ല നിങ്ങളൊരു അഫർമേഷൻ എഴുതിയെടുക്കേണ്ടത്. യു ഹാവ് ടു മേക്ക് ഇറ്റ് അപ്പ് ബൈ യുവർ സെൽഫ്. വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ട അഫർമേഷനാണ് നിങ്ങൾ സക്കപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു മൈൻഡിലോട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ആക്ച്വലി വോണ്ട് വർക്ക്. നിങ്ങൾ ആ ഒരു അഫർമേഷൻ യു ഹാവ് ടു ബിൽഡ് ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ തന്നെ വേണം അത് റൈറ്റ് ഡൗൺ ചെയ്ത് നമ്മളുടെ ആ ഒരു മൈൻഡ് പറയുന്ന ഒരു അഫർമേഷൻ ആയിരിക്കണം നമുക്ക് എഴുതാൻ പറ്റണത്. ആ ഒരു കാര്യം എഴുതിയെടുത്താലേ നിങ്ങൾക്ക് ആ ഒരു കാര്യം വർക്കൗട്ട് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞ 2 കീസ് ഞാൻ പറഞ്ഞു തന്നു. വൺ ഈസ് ഫീലിംഗ്, അതേപോലെ തന്നെ രണ്ടാമത്തെന്ന് പറയുമ്പോൾ റൈറ്റിംഗ് ഡൗൺ ദി അഫർമേഷൻസ് ബൈ യുവർ സെൽഫ്. പിന്നെ വേറൊരു കാര്യം, ഇഫ് യു ഹാവ് സ്റ്റേഡ് ദിസ് ലോങ് ഇൻ ദിസ് വീഡിയോ ഐ വിൽ ടെൽ യു വൺ മോർ തിങ്. ഒരു ലാസ്റ്റ് കാര്യം പറഞ്ഞുതരാം. ദ തിങ് ഈസ് ബിൽഡിംഗ് അപ്പ് കൺഫർമേഷൻ ഇൻ യുവർ അഫർമേഷൻ. നിങ്ങളുടെ ആ ഒരു അഫർമേഷനിൽ നിങ്ങളൊരു കൺഫർമേഷനും കൂടി ബിൽഡ് ചെയ്തെടുക്കണം. വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഈസ്, നിങ്ങൾക്കിപ്പോൾ ഇറ്റ്സ് യുവർ അഫർമേഷൻ ഈസ് ദാറ്റ് യു ആർ സ്ലിം. ആ ഒരു ഇതാണ് നിങ്ങളെപ്പോഴും നിങ്ങളോട് പറയുന്നത്. യു ആർ സ്ലിം എന്നാണ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ആക്ച്വലി ഫാറ്റ് ആൻഡ്
ഹൗ ക്യാൻ യു സേ യു ആർ സ്ലിം? നിങ്ങൾ ആ ഒരു തടിച്ച ആ ഒരു കോലത്തിൽ നിങ്ങളുടെ ആ കണ്ണാടി പോയിട്ട് നിങ്ങൾ സ്ലിമ്മാണ്, ഐ ആം സ്ലിം എന്ന് പറഞ്ഞാൽ യുവർ ഐസ് ആർ സീയിങ് ദാറ്റ് യു ആർ ഫാറ്റ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്ലിം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മൈൻഡിനെ വിശ്വസിപ്പിക്കുക? ഇറ്റ് വോണ്ട് വർക്കൗട്ട്. ഇഫ് യു ആക്ച്വലി വാണ്ട് ദാറ്റ് തിങ്, ഐ ആം സ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്തെടുക്കണമെങ്കിൽ യു ഹാവ് ടു ഡു വാട്ട് യു ഹാവ് ടു ബിക്കം സ്ലിം. നിങ്ങൾ ആ ഒരു തടിച്ച ആ ഒരു സ്റ്റേറ്റ് നിങ്ങൾ സ്ലിം ആവണമെങ്കിൽ അതിനെന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം നീക്കണം. സോ ദാറ്റ് ദ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ദ നെക്സ്റ്റ് മന്ത് നിങ്ങളെ ആ ഒരു ബോഡി നിങ്ങൾ കണ്ണാടി പോയി കാണുമ്പോൾ യു ആർ സപ്പോസ് ടു ബി സ്ലിം. നിങ്ങൾ ആ ഒരു സ്ലിം മുന്നത്തെക്കാട്ടിലും ആ ഒരു തടിയിൽ നിന്ന് നിങ്ങൾ മെലിഞ്ഞ് വരണം നിങ്ങൾക്ക് കാണുവാണെങ്കിൽ യെസ് യു ആർ സ്ലിം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിനോട് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ യു ആർ ആക്ച്വലി ഗെറ്റിംഗ് എ കൺഫർമേഷൻ. ആ ഒരു കണ്ട് നിങ്ങളുടെ മൈൻഡിനോട് കൺഫേം ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു അഫർമേഷൻ വർക്കൗട്ട് ആവുന്നത്. സോ ഫസ്റ്റ് തിങ് ഫീലിംഗ്, അതേപോലെ തന്നെ രണ്ടാമത്തെ മേക്ക് യുവർ അഫർമേഷൻ ബൈ യുവർ സെൽഫ്, റൈറ്റ് ഇറ്റ് ഡൗൺ ബൈ യുവർ സെൽഫ്. തേർഡ് വൺ ഈസ് കൺഫർമേഷൻ ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. അത് കൂടുതൽ ആൾക്കാരും പറയാത്തൊരു കാര്യമാണ്. ബട്ട് യു ആക്ച്വലി നീഡ് കൺഫർമേഷൻ ടു മേക്ക് യുവർ സെൽഫ് അല്ലെങ്കിൽ യുവർ മൈൻഡ് ടു ബിലീവ് ഇറ്റ്. ഐ ആം നോട്ട് ആക്ച്വലി ട്രൈങ് ടു മേക്ക് ദിസ് വീഡിയോ ലോങ്. ഞാൻ ഒരു ഷോർട്ടായിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ട് ആ ഒരു സബ്ലിമിനൽസിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തത്. If you want me to dive more deeper into it, let me know in the comments so that എനിക്ക് ഇതിനെ പറ്റിയിട്ട് കുറച്ച് വലിയൊരു വീഡിയോ ഉണ്ടാക്കാം. I actually thought to make a video less than 10 minutes. അതുകൊണ്ട് 10 മിനിറ്റ് താഴെയുള്ളൊരു വീഡിയോ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒരു ചെറിയ വീഡിയോ എന്ന രീതിയിൽ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓൾസോ ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ വിഷ്വലൈസ്, നിങ്ങൾക്ക് ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു കറക്റ്റ് മെത്തേഡ് അറിയോ? ഡു യു നോ ദാറ്റ് യു ഹാവ് ടു കീപ് യുവർ ഐസ് ഇൻ എൻ അപ്വേർഡ് പൊസിഷൻ? നിങ്ങൾ മുകളിലോട്ട് നോക്കിയിട്ട് വേണം വിഷ്വലൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? ഇറ്റ്സ് ആക്ച്വലി യൂസിങ് യുവർ വിഷ്വലൈസേഷൻ ഇൻ കൺജക്ഷൻ വിത്ത് യുവർ തേർഡ് ഐ. ആ ഒരു കാര്യത്തിനെ പറ്റി അത്യാവശ്യം ഞാൻ വീക്സ് ഡേയ്സ് ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ഉണ്ട്. മേക്ക് ഷുവർ you check it out. I'll drop it here. It's actually worth it to watch it and try it. ഞാൻ അതിൽ പറയുന്ന കുറച്ച് ഓഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യം നിങ്ങൾക്ക് കേട്ടിട്ട് ആ ഒരു രീതിയിൽ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ things will work out in 3 days.